നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു. അത് ഞാൻ പറയില്ല, അതും അറിയില്ല എനിക്ക്. കാരണം ഞാൻ ആളെ എടുപ്പ് ടച്ചില്ല. ഇതൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം നമ്മളെ വന്ന വഴികളിൽ നമ്മൾ ഇപ്പോൾ ഒരാളെ ടച്ച് എന്ന് പറഞ്ഞാൽ കമ്പനി കിട്ടില്ല. അതായത് ഞാൻ നിങ്ങളാർക്കും PR അത് ചെയ്യാറെന്ന് ഞാൻ ചോദിക്കാറില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും വന്നിട്ട് നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് ഇതിട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ആർക്കും വേണ്ടി പോസ്റ്റ് ഇട്ടില്ലല്ലോ. ഇല്ല, ആർക്കും വേണ്ടി പോസ്റ്റ് ഇട്ടില്ല. പിന്നെ ആ രേണുസുതി ചിലപ്പോൾ അവിടെ നിന്ന് നടന്നു കേട്ടേനെ. രേണുസുതി അവിടെ നിന്ന് നടന്ന് ഇട്ടേനെന്ന് പറയാൻ കാരണം അറിയോ? അത് സുതിച്ചേണ്ണായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. അത് ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നോക്കിയോ. ഞാൻ ജനകൂടി ലാസ്റ്റൊക്കെ പടം ചെയ്തതാണ്. അതായത് ഇപ്പോൾ രേണുസുതിക്ക് ഇപ്പോൾ ആള് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ, ആൾ കയറി പോണില്ലേ. അല്ല, അതെന്താണെന്നറിയോ? അങ്ങനെ കയറിപ്പോകാൻ കാരണം എന്താ അറിയോ? അതായത് നമ്മൾ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എപ്പോഴെങ്കിലൊക്കെ ഗുണം കിട്ടും. അത് സുധിച്ചേട്ടൻ ചെയ്തതിന്റെ ഗുണമായിരിക്കും ചിലപ്പോൾ. ഇല്ല, എന്തായിരുന്നു അപ്പൊ ആ സമയത്ത് ചേച്ചി ഇപ്പൊ അവിടെ നിന്ന് വിൻ ചെയ്താണ്. ഞാൻ ഒന്നും കൊടുത്തില്ല. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഈ PR വെച്ചിട്ടുള്ള ആൾക്കാരോടും പറഞ്ഞു കേട്ടാ. ഇപ്പൊ എന്റെ എക്സാമ്പിൾ, നിങ്ങളെ ഒരു PR ഇയാളെന്ന് വെച്ചോ. ഇയാളെ പിടിച്ച് തല്ലി തൊഴിലേക്ക് പിന്നെ നമ്മുടെ കാര്യം പോകല്ലേ അല്ലേ? ഉണ്ടായിരുന്നു. അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇവൻ ഈ സാധനം ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവൻ ചെയ്യണില്ലെങ്കിൽ അവൻ തുടങ്ങും. രണ്ടാമത്തെ ആളെ ഞാൻ ഇത് ഹെയ്ഡ് ചെയ്തേക്കല്ലേ. നിങ്ങൾ അറിയില്ലല്ലോ. നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയണം, ഒരു സിനിമ ഇറങ്ങണം. സിനിമ കണ്ടിട്ടിപ്പം ഭയങ്കര തറയായിരിക്കും അല്ലേ? ചില സിനിമകൾ ഒരാഴ്ചക്ക് ഒരൊറ്റ ഹൈപ്പാണ് കയറി നിങ്ങൾ PR ചെയ്ത് സെറ്റാക്കും. ഏത് സിനിമയാണെന്ന് പറയാനില്ല. കാരണം അറിയോ? കാരണം അത് ഞാനും പടം ചെയ്യുന്നതാണ്, മൂവി ചെയ്യുന്ന ആളാണ്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 31-ാം തീയതി എൻ്റെ അതിനെ കുറിച്ച് ചോദിക്കും. ഇനിയിപ്പോ ജിൻഡോടൊരു കടന്നൊരു മറ്റുള്ള നടന്മാർക്ക് ഭീഷണിയായിട്ട് ഇപ്പൊ ജിൻഡോ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരാണ്. അപ്പൊ അത് ഏത് സിനിമയെ കുറിച്ചിട്ടാണ് വരുന്നത്, എന്തൊക്കെയാണെന്നുള്ളത്? ഞാൻ ഭീഷണിയാണ് ദൈവമേ. ഞാൻ അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ബിഗ് ബോസിൽ പോയെന്ന് തരാൻ പറയട്ടെ. ബിഗ് ബോസിൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം ഇവരൊക്കെ നമ്മൾക്ക് ഇന്നലെ നാളെ ചാൻസ് വരുന്നു വെച്ചിട്ടാണ് ഇവർ പിന്നാലെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മൾ പൈസ മേടിക്കേണ്ട കാര്യം ചെയ്യണം. എന്നാലും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? എൻ്റെ ആഗ്രഹം എന്തായിരുന്നു സിനിമയ്ക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷെ അതിനകത്ത് എന്നോട് സ്നേഹമുള്ള ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മാഷിൻ്റെ പിന്നാലെ ഞങ്ങൾ എപ്പോഴും നടക്കും. മാഷിൻ്റെ ഫീൽഡിൽ ഞങ്ങൾ മാഷിൻ്റെ ഡേറ്റ് നോക്കി വയ്ക്കും. പക്ഷേ ഞങ്ങളുടെ ഫീൽഡിലേക്ക് വന്നാൽ മാഷ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കും. ആ സാധനം ചെക്കി കൊണ്ട് അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഗ്ലാമർ അല്ല. അതായത് നമ്മൾ നല്ലൊരു സംവിധായകൻ ഉണ്ടാവുക, നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുക, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാവുക. ഇതുണ്ടെങ്കിൽ സിനിമ ഹിറ്റാവും. അത് 100%. പിന്നെ നല്ല പറഞ്ഞ പോലെ നല്ല PR-ഉം വേണം. ഈ സ്വപ്നസുന്ദരി എന്ന പടത്തിലെ നായകൻ ജിൻഡോ ആണോ? അല്ല, സ്വപ്നസുന്ദരി എന്ന പടത്തിലെ നായകൻ ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 പേര് നായകന്മാരുണ്ട്. നായകന്മാരും നായികമാരും ഉണ്ട്. അതിനകത്ത് ഒരാളെ ഞാൻ.